താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോക്ക് ഇപ്പൊ ഗുരുതരമായ രീതിയിൽ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റി ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് മാരേജ് എന്നൊരു സംഭവത്തെ പറ്റി. ഞാൻ പല പെൺകുട്ടികളുടെ ഭർത്താവിന്റെ വീട്ടിലെ പീഡനം, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടു, സ്ത്രീധന പീഡനം, ഭർത്താവ് നോക്കുന്നില്ല, ചെലവിന് തരുന്നില്ല, അല്ലെങ്കിൽ അഫയേഴ്സ്, അങ്ങനത്തെ നമ്മൾ ഓരോ ടോക്കുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അതിൽ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് എന്തിനാണ് എന്നൊരു പേടി, ഭയം ഒക്കെ അതിൽ വരും. കൂടുതൽ പെൺകുട്ടികൾക്കാണ് ആ പ്രശ്നം, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ആൺകുട്ടികൾക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആൺകുട്ടികൾ വീണ്ടും കല്യാണം കഴിക്കാനൊക്കെ തയ്യാറാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു മാട്രിമോണിയിലെ ഒരു കണക്ക് പ്രകാരം ഇപ്പോ അത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു ആൺകുട്ടികളാണ് കൂടുതൽ ശതമാനം ഈ മാട്രിമോണിയിൽ വധുവിന് ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കൊടുക്കുന്നതും പെൺകുട്ടികൾ വളരെ കുറവാണ്. ഭയങ്കര ഡിഫറൻസ് ആണ്. ഒരു 2000 ഡിഫറൻസ് പോലും ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ പരസ്യം കൊടുക്കുന്നതിൽ പോലും ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നപ്പോ നമ്മൾ പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ്. പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ വയ്യ, പ്രസവിക്കാൻ വയ്യ, കുഞ്ഞുങ്ങളെ വളർത്താൻ വയ്യ, റെസ്പോൺസിബിലിറ്റി കുടുംബത്തിന്റെ എടുക്കാൻ വയ്യ. കാരണം അത്രയും റിസ്കി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് അവർക്ക് ഇരിക്കാൻ വയ്യ. ആ ഒരു രീതിയാണ് പറയുന്നത്. എന്തായാലും ഒരു പെൺകുട്ടികൾ ഈ വിവാഹത്തെ പേടിക്കുന്നു എന്നതിന്റെ ചില കണക്കുകൾ ഒക്കെയാണ് ഇന്നത്തെ ടോക്ക് നേരെ വിട്ടത്. കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ മുതലായവ നിർവഹിക്കുന്നതിനുള്ള വിമുഖതയ്ക്ക് ഗാമോഫോബിയ എന്നാണ് പറയുന്നത്. കൂടാതെ ഗർഭം ധരിക്കുന്നതിനുള്ള താല്പര്യക്കുറവിന് ടോക്കോഫോബിയ എന്നും പറയും. കുട്ടികളെ വളർത്തുന്നതിനുള്ള മടിക്ക് പെഡോഫോബിയ എന്നും. ഈ 3 പ്രശ്നങ്ങളാണ് പെൺകുട്ടികൾക്കിടയിലുള്ള വിവാഹപ്പേടിക്ക് കാരണം. നമ്മൾ മാട്രിമോണിയൽ സൈറ്റുകളുടെയൊക്കെ പരസ്യങ്ങൾ എടുത്തു നോക്കിയാൽ കൂടുതലും പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് പരസ്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം കൂടുതലായിട്ടും പെൺകുട്ടികൾ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു വർഷത്തെ ശരാശരി കണക്കെടുത്താൽ മാട്രിമോണി വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം 3500, പെൺകുട്ടികളുടെ എണ്ണം 1500 മാത്രം. 2000 പേരുടെ വ്യത്യാസമാണ് അനുപാതത്തിലുള്ളത്. 2018 ശേഷമാണ് വിവാഹ വിമുഖത ഇത്രയും വർദ്ധിച്ചത്. ഇതിന്റെ സാമൂഹ്യ പ്രത്യാഘാതം പ്രതിഫലിക്കുക ഇപ്പോഴാകില്ല. ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് പലരും പറയുന്നതാണ് ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പോസ്റ്റ് മോഡേൺ കമ്പാനിയൻഷിപ്പുകളൊക്കെ. എൻ്റെ പാർട്ട്ണറെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാളെ ഞാൻ എപ്പോൾ കാണുമോ അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ച് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമെന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ആ രീതിയിലുള്ള ഐഡിയകളെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് അത് ഇന്റലക്ച്വലി ഡിസ്കസ് ചെയ്യേണ്ടുന്ന ആവശ്യകത ഉണ്ട്. സിനിമകളും നവമാധ്യമങ്ങളും വിവാഹ വിമുഖതയിലേക്ക് യുവതയെ നയിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വാല്യൂ ഒക്കെ നമ്മൾ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മാരേജും ഫാമിലിയും ഒക്കെയാണ്. അപ്പോൾ മാരേജും ഫാമിലിയും എത്രത്തോളം ഫങ്ഷനിങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ അത്രത്തോളം ആ സൊസൈറ്റി ഏറ്റവും ഗുഡ്നെസ് ഉള്ളൊരു സൊസൈറ്റി ആയിരിക്കും എന്നുള്ളൊരു വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബ ബന്ധങ്ങളുടെയും സമൂഹത്തിന്റെയും സന്തുലിതാവസ്ഥയ്ക്ക് വെല്ലുവിളിയാണ് നിലവിലെ സ്ഥിതി എന്ന് പറയുമ്പോഴും ഇതിനോട് വിയോജിക്കുന്ന വിഭാഗവുമുണ്ട്. മാനസിക ആരോഗ്യ വിദഗ്ധൻ നിതിനാണ് ഈ ഒരു മാട്രിമോണിയിലെ കണക്കും കാര്യങ്ങളും, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഈ ഒരു മാനസിക നില, അവര് എന്തുകൊണ്ട് വിവാഹം കഴിക്കാൻ ഭയക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞത്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യായിക, അതൊക്കെ. അത് മാത്രമല്ല, അത് ഇത്തരത്തിലുള്ള ഒരു വശം എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലത്ത് ഞാൻ ഒരുപാട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് പെൺകുട്ടികളാണെങ്കിലും നമുക്കിപ്പോൾ ചാനലിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിലും എന്നോട് പറഞ്ഞ കാര്യം, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? കാരണം എപ്പോഴും കേൾക്കുന്ന വാർത്തകൾ ഈ പറയുന്ന ഒന്നില്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനം, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടുകാരുടെ പീഡനം, കൊല ചെയ്യപ്പെട്ടു, മരണപ്പെട്ടു കണ്ടു, ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, അതിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം പോകുന്നു. വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവരുടെ ജീവിതം കൂടി പോകും. എന്തിനാണ് അപ്പോൾ വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ മറ്റൊരു സൃഷ്ടിക്ക് നിൽക്കാതെ നിൽക്കുക കഴിഞ്ഞാൽ അവരുടെ വെറുതെ ജനിപ്പിച്ചാലല്ലേ അവർക്ക് നമ്മളവരെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്താൽ അവർക്ക് ആരും ഇല്ലാണ്ടാവുക, അവരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അവർ അനാഥരാവുക എന്ന രീതിയിൽ എന്നോട് സംസാരിച്ച പെൺകുട്ടികളുണ്ട്. അപ്പൊ ആ സബ്ജക്റ്റ് ആയിരുന്നു ഞാൻ വിഷയമാക്കി സംസാരിക്കുന്നത് വിചാരിച്ചത്. അപ്പോൾ
പിന്നീട് ആവാമെന്ന് ഞാൻ കരുതി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് ഞാൻ കണ്ടത്. അപ്പൊ ഓക്കെ, ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് പറയാമെന്ന് തോന്നി. ഇപ്പൊ ഈ പറയുന്ന സാറ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ്, 100% ശരിയാണ്. പക്ഷെ അത് ഒഫീഷ്യലായ ഔദ്യോഗികമായുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ സാധാരണക്കാരായ പെൺകുട്ടികളെ സംബന്ധിച്ച് വീട്ടുകാര് കഷ്ടപ്പെട്ട് സാധാരണ കുടുംബത്തിലുള്ളവരൊക്കെ ഒരുപാട് എങ്ങനെയെങ്കിലുമൊക്കെ കല്യാണം കഴിച്ചങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ, ചിലപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും ശരി, അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും എല്ലാത്തിലും ഒക്കെ കണക്ക് തന്നെ. എങ്ങനെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അവിടെ പ്രശ്നങ്ങളായി, കുറച്ച് കഴിയുമ്പോൾ മരിച്ചു എന്ന നിലയിൽ കഴിയും, അല്ലെങ്കിൽ ഒരുപാട് ഉപദ്രവിക്കുന്നു, ഡൊമസ്റ്റിക് വയലൻസ്, അല്ലെങ്കിൽ ചെലവിന് തരുന്നില്ല, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഉപദ്രവങ്ങൾ, വീട്ടുകാരുടെ ഉപദ്രവം, ഭർത്താവിന്റെ ഉപദ്രവം, മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ ഡ്രഗ്സ്, അങ്ങനെ പല രീതിയിൽ. അപ്പൊ ഇതിന്റെ ഇടയിൽ ജീവിതം പോകുന്നതിന്റെ ഇടയിൽ വിവാഹം കഴിച്ചു. ഓക്കെ, വിവാഹം കഴിഞ്ഞിട്ടുള്ള ആ പ്രോസസ് അതിൽ പോകുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു, പിന്നെ ആ കുഞ്ഞിനെ വളർത്തുന്നു, അങ്ങനെ അങ്ങനെ കഷ്ടപ്പെട്ട് ആ വഴിക്ക് പോകുന്നു. ഒരു സൈഡിൽ അലമ്പും പ്രശ്നങ്ങളും ഈ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ, ഈ പറയുന്ന ദമ്പതികൾ തമ്മിൽ നടക്കുന്നു. ഒടുക്കം ഒന്നില്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ കെട്ടി തൂക്കുന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ അനാഥരായി. അപ്പൊ അങ്ങനെ നിൽക്കാതെ നമ്മൾ പഠിച്ച് ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായിട്ട് ആരെങ്കിലോടത്തോളം ജീവിച്ചാൽ പോരെ. ഇനി ഒരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ വിവാഹം എന്ന് പറയുന്ന അതിർത്തികളില്ലാതെ ഒരു എന്താ പറയുക ലിവിങ് ടുഗദറിൽ പോരെ എന്നൊക്കെ ചോദിച്ച കുട്ടികളുണ്ട്. ലിവിങ് ടുഗദർ എന്നതിനോട് എനിക്ക് യാതൊരു ഞാൻ ഒരു തരത്തിലും അതിനെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അത് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾ അറിയ ഒരു രജിസ്റ്റർ ചെയ്തതിന്റെ പേരിലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്തും പോകും. പിന്നെ മാത്രമല്ല നിയമക്കുരുക്കളുള്ളതുകൊണ്ട് തന്നെ ഓടിപ്പിടാ എന്നാൽ ഞാൻ എന്റെ കാര്യത്തിലേക്ക് പോവാ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. അതിന്റെ പേരിൽ തന്നെ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോവാൻ മാക്സിമം പറഞ്ഞിടത്തോളം പറ്റും. പക്ഷെ ഒട്ടും ഒന്നിച്ചു പോയാൽ ലൈഫ് രണ്ടുപേരുടെ ഫ്ലോപ്പ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാതെ മരണം വരെ സംഭവിക്കാം, അല്ലെങ്കിൽ മാനസികമായ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം എന്നുള്ള രീതി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെപ്പറേഷൻ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെയും 2 വർഷങ്ങളുണ്ട്. അപ്പൊ അതുപോലെ സ്ത്രീധന പീഡനം, എത്ര പൈസക്കാരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഏത് രീതിയിൽ കല്യാണം കഴിച്ചു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോയാൽ കുറെ നാൾ കഴിയുമ്പോൾ തന്നത് പോരാ, അല്ലെങ്കിൽ അതുപോരാ ഇതുപോരാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ ഭർത്താവിന്റെ വീട്ടുകാരോ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പേരിൽ ഈ പെൺകുട്ടികൾക്ക് പീഡനം സംഭവിക്കുക, മാനസിക പീഡനം വേറെ, അല്ലെങ്കിൽ എന്താ പറയാ അത്തരത്തിൽ, അല്ലെങ്കിൽ മറ്റ് അഫയേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ ബോയ്സിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഒരു നിസ്സാര കാര്യമാണ്. അവരൊരു കല്യാണം കഴിച്ച് അതിൽ നിന്ന് മാറി സെപ്പറേറ്റ് ആയാലും അവരങ്ങോട്ട് നടന്നു പോകുമ്പോൾ ആരും അവരെ മോശമായ രീതിയിൽ നോക്കാനോ അവരോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാനോ ഒരു രീതിയിൽ നിൽക്കില്ല. പക്ഷെ ഒരു പെൺകുട്ടി ഒരു വിവാഹം കഴിഞ്ഞ് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയി വിവാഹം മോചിതയായി പോയാലോ, അല്ലെങ്കിൽ അതിൽ നിന്ന് പിണങ്ങി മാറി നിന്ന് ജീവിച്ചാലോ, അല്ലെങ്കിൽ ഒരു സിംഗിൾ മദറായിട്ട് ജീവിച്ചാലോ, ഏത് രീതിയിൽ നിന്നാലും അവരെ സമൂഹം കാണുന്ന ഒരു രീതിയുണ്ട്. അവരെ കാണുമ്പോൾ അവരെ ഏതോ വളരെ മോശമായ ആളുകൾ, ഇവരുടെ എന്തോ പ്രശ്നം കൊണ്ടാണ് അവർ തമ്മിൽ സെപ്പറേറ്റ് ആയ, അല്ലെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ അവരെ വേറൊരു കണ്ണുകൊണ്ട് കാണുക, അവരുടെ അടുത്ത് മോശമായ രീതിയിൽ സംസാരിക്കുക, പെരുമാറുക, ആ ഒരു ആറ്റിറ്റ്യൂഡ് സമൂഹത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചാലും പ്രശ്നമാണ്, ഇനി കഴിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലും ഇതെല്ലാം ഒരു പെൺകുട്ടിക്ക് തന്നെയാണ് ഏറ്റവും അധികം നേരിടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളും ഭയക്കും. ഇപ്പൊ എന്നോട് അടുത്തൊരു ജന്മത്തിൽ വിവാഹം കഴിക്കണമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പെണ്ണായി ജനിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ആണായി ജനിച്ചാൽ മതി എന്നാണ്. ഞാൻ അതെല്ലാവർക്കും പറയണ കാര്യമാണ്. ഒരു ആൺകുട്ടിയായിട്ട് എനിക്ക് ജനിച്ചാൽ മതി എന്നാണ് പറയാം. അപ്പൊ എന്താ പറയാ, അപ്പൊ അത് കാരണം ഇപ്പൊ ഒരുപാട് പെൺകുട്ടികൾ, അതായത് ഇതിൽ നിതിൻ സാറ് പറഞ്ഞ കാരണങ്ങളുണ്ട്, അല്ലാതെ ഞാൻ ഇപ്പൊ നമ്മൾ ഈ ഒരൊറ്റ മാസം തന്നെ എടുത്താൽ അറിയാം എത്ര പെൺകുട്ടികൾ ലവ് മാരേജ് ചെയ്തവരാണെങ്കിലും ശരി, അറേഞ്ച്ഡ് മാരേജ് ചെയ്താണെങ്കിലും ശരി, വീട്ടുകാരെ അറിയാതെ വിവാഹം കഴിച്ചവരാണെങ്കിലും ശരി, വീട്ടുകാരെ അറിഞ്ഞ് വിവാഹം കഴിച്ചവരാണെങ്കിലും ശരി, ഒരുപാട് പെൺകുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു, കൊല ചെയ്യുന്നു, ശരിക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു, കുട്ടികളെയും കൊന്ന് ആത്മഹത്യ ചെയ്യുന്നു. കാരണം വേറെ ആർക്കും ഒരു ഉപദ്രവമായി താൻ മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അനാഥരാവില്ല എന്ന് കരുതി. അപ്പൊ അതൊക്കെ പെൺകുട്ടികൾ ചിന്തിക്കാണ്. ഒരു ജോലി ഉണ്ടെങ്കിൽ, ശമ്പളം ഉണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ നിന്നാലും ജീവിക്കാലോ എന്നൊരു ചിന്താഗതിയിലേക്ക് ഈ പെൺകുട്ടികൾ വരാണ്. കാരണം ആരുടെ തല്ലുകൊള്ളണ്ട, ആരും പറയുന്ന വഴക്കോ ചീത്തയോ, അവരുടെ ഒരു എന്താ പറയാ മാനസിക വിഭ്രാന്തികൾക്ക് ഇരയാവണ്ട,
അല്ലെങ്കിൽ ഒരുപാട് വീട്ടുകാരുടെ വായിലിരിക്കുന്നത്, ബന്ധുക്കളുടെ വായിലിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ വീട്ടുകാരുടെ പീഡനം, മാനസിക പീഡനമാണെങ്കിലും മറ്റു രീതിയിലുള്ള കാര്യങ്ങളാണ്, ഒന്നും കേൾക്കണ്ട, അവരവരുടെ ലോകത്ത് അവരവരുടെ കാര്യങ്ങൾ എന്ന രീതിയിൽ പെൺകുട്ടികൾ ചിന്തിക്കാനുള്ളതിനുള്ള മറ്റു കാരണങ്ങൾ കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു സാധാരണ ഒരു ആളുടെ വ്യൂവിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി തോന്നുന്നത്, ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. എന്തിനാണ് കല്യാണം കഴിക്കണേന്ന് ചോദിക്കുന്ന പെൺകുട്ടികളുണ്ട്. കല്യാണം കഴിച്ച പലരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായ നമ്മൾ എപ്പോഴും ന്യൂസിലൊക്കെ കാണുന്നതാണ്. അപ്പൊ പേടിയാണ്. ഒന്നിച്ച് ഒരുപാട് കാലം ഒരുപാട് നല്ല ജീവിച്ചിട്ടും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വെടിവെച്ച് വരെ വിദേശത്ത് ജീവിച്ചാലും ശരി, എവിടെ വെടിവെച്ച് കൊല്ലുന്നു, ചക്കന്മാര് നൈസായിട്ട് രക്ഷപ്പെടുന്നു. ഈ പെൺകുട്ടികള് അവരുടെ ജീവിതം പോയി, അവരെ കല്യാണം കഴിപ്പിച്ച വീട്ടുകാരുടെ ജീവിതം പോയി. അവര് ചിലപ്പോ കൂലിപ്പണിക്ക് പോണവരുണ്ടെങ്കിൽ അവര് ലോണൊക്കെ അടച്ച് കഷ്ടപ്പെട്ടൊക്കെ ആവും നോക്കുന്നുണ്ടാവുക, അവരും ആത്മഹത്യന്റെ അവസ്ഥ. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ച് അച്ഛനമ്മമാരെ എന്നെ പഠിപ്പിച്ചാൽ മതി, ബാക്കി ജോലി വിട്ട് എന്റെ കാര്യം ഞാൻ നോക്കാം, ഞാൻ നിന്നോളാം. ഇനി ഒരു റിലേഷൻഷിപ്പ് വേണമെന്നുള്ളവര് ഈ പറയുന്ന പോലെ ഒരു പറഞ്ഞ് സെറ്റ് ചെയ്ത് ലിവിങ് ടുഗദറിൽ പോകുന്ന രീതിയാണ് ഇപ്പൊ ഏറ്റവും അധികം കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ പെൺകുട്ടികൾക്ക് അതിനോടൊന്നും ഒരു ഭയങ്കര ഭയം തോന്നുന്നു. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പക്ഷെ സ്നേഹിക്കുമ്പോ പോലുമുള്ള ചക്കന്മാരാവണമെന്നില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കുമ്പോ പറഞ്ഞിരുന്ന ചക്കര വർത്താനോ അല്ലെങ്കിൽ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ആവണമെന്നില്ല. വിവാഹം കഴിഞ്ഞു വരുമ്പോ മറ്റൊരു മുഖമായിരിക്കും കാണാം. അറേഞ്ച്ഡ് മാരേജിലും വിവാഹം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ആദ്യം നല്ല സ്നേഹമോ കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നീടായിരിക്കും നമ്മൾ അവരുടെ പല മുഖങ്ങൾ കാണുന്നത്, പല രീതിയിലുള്ള അവരുടെ പല കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നത്. ആരോടും ആ സമയത്ത് പറയാൻ പറ്റാതെ, വീട്ടുകാരെ വിഷമിപ്പിക്കാതെ, ബന്ധുക്കൾ എന്ത് വിചാരിക്കും, നമ്മളൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്നിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, മോശം അവിടെ എന്നൊക്കെ വെച്ച് സഹിച്ച് പിടിച്ച് നടന്ന് ഒരു ഗതിയില്ലാതാവുമ്പോൾ സെപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ പിന്നെ ആ പറയുന്ന പെൺകുട്ടിയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അവരെയാണ് ഈ ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആളെ വളരെ നല്ലവരായിട്ട് സ്വീകരിക്കും. അപ്പൊ ആ ഒരു രീതിയോട് പെൺകുട്ടികൾക്ക് വിമുഖതയുണ്ട്. എന്തിന് തങ്ങളുടെ ജീവിതം മാത്രം ബലിയാടാക്കണം? അവര് ഫ്രീ ആയി നടക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫ്രീ ആയി നടന്നുകൂടെ? ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനും മാത്രമായ ഒരു വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ പലരുടെ ഇപ്പോ ഉണ്ട്. അതിനാണ് അവര് വിവാഹത്തിന്റെ ആവശ്യമില്ല, ലിവിങ് ടുഗദർ എന്നുള്ള ഓപ്ഷൻ അവരൊക്കെ സ്വീകരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് അത് കാണുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര അപകടമാണ്. അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വലിയ, കാരണം ഈ പറയണ പോലെ അത് ചിലപ്പോ ഇന്ന് രാവിലെ വീട്ടിൽ വന്ന് നാളെ ചിലപ്പോ വരണം എന്നില്ല, ഇയാള് പോവും ചിലപ്പോ. പക്ഷെ ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്നത് ഈ പരസ്പര ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കിയും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ മനസ്സിലാക്കി ഒരാളുടെ ആധിപത്യം മാത്രമില്ലാതെ എന്തൊക്കെ വന്നാലും ഞാൻ ഉണ്ടാവും കൂടെ, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോവാം. എന്ത് നെഗറ്റീവ് ഉണ്ടായാലും പോസിറ്റീവ് ഉണ്ടായാലും അത് ഷെയർ ചെയ്യാനുള്ള, നല്ലതായാലും ചീത്തയായാലും തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ ചങ്കുറ്റുള്ളവര്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ താല്പര്യമില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ അമ്മയോ അച്ഛനോ ഇതുപോലെ വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളൊന്നും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അത് ഒരു സമൂഹത്തിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഈ രീതിയിലാണ് പോകുന്നത്. ആണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങൾ ഇല്ല. എണ്ണം വെച്ച് നോക്കുമ്പോ ഈ കണക്ക് പറഞ്ഞ പോലെ 2000ന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. വരന്മാർക്ക് വധുക്കളെ കിട്ടാനില്ല. വളരെ കുറച്ചു പേര് അതിന് തയ്യാറാവുന്നുള്ളൂ. അതും തയ്യാറായി കുറച്ച് കഴിയുമ്പോൾ എന്താവും എന്നുള്ളത് നമ്മൾ ഈ ചാനലുകളിലും മീഡിയസിലൊക്കെ കാണുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിൽ വ്യത്യാസം വരണം. ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നിർത്തിയ പകുതി കുറച്ചെങ്കിലും സ്ത്രീധന പീഡനം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ലൈഫുകൾ തകരാതിരിക്കും. അതായത് ആത്മഹത്യയോ കൊല ചെയ്യുന്നതോ അല്ലെങ്കിൽ പെണ്ണിനെ വേണ്ടാന്ന് വെക്കുന്നതിന് ഉപദ്രവിക്കുന്ന രീതികൾ അതൊക്കെ വേണ്ടത്. ആ സ്ത്രീധനം എന്നൊരു കൺസെപ്റ്റ് ഇല്ലാതിരിക്കും. ഈ പറയുന്ന ചെക്കന് പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ, കൊണ്ടുപോയി നോക്കണോ, ആ ഒരു രീതി വന്നു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീരും. പിന്നെ ബാക്കി പകുതി പ്രശ്നങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആ ഒരു ചെറുക്കനോടോ എങ്ങനെ പെരുമാറണം, സംസാരിക്കണം, ഏതൊക്കെ രീതിയിൽ നിൽക്കണം എന്നുള്ളത് ആദ്യം നല്ലൊരു ബോധം ഉണ്ടാവണം. പെൺകുട്ടികൾ അവരുടെ ഭയമെല്ലാം മാറ്റാൻ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിലെ ആൺകുട്ടികളുടെ പെരുമാറ്റവും രീതികളും കല്യാണം ചെല്ലുന്ന വീടുകളിലെ ആളുകളുടെ പെരുമാറ്റവും രീതികളും എല്ലാം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമൂഹത്തെ അത് ബാധിക്കും. അപ്പൊ എല്ലാ ആൺകുട്ടികളും എല്ലാ മാതാപിതാക്കളും നല്ല രീതിയിൽ ചിന്തിച്ച് ജീവിതമാണ്, അതെല്ലാവർക്കും അവരുടേതായ രീതിയിൽ കൊണ്ടുപോകാൻ അധികാരമുണ്ട്.
നല്ല രീതിയിൽ പോകട്ടെ, എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ, നല്ലത് മാത്രം ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പൊ അത്രയോ പെൺകുട്ടികളുടെ പേടിയൊക്കെ മാറട്ടെ. സമൂഹത്തിലെ ഇത്തരത്തിൽ നമ്മൾ കേൾക്കുന്ന പേടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം വിവാഹ ജീവിതത്തിന് ശേഷമുള്ളതൊക്കെ മാറട്ടെ. അപ്പൊ താനെ വരന്മാർക്ക് വധുകൾ കറക്റ്റ് ആവും. വരനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വധുകൾ മാട്രിമോണിയിൽ നിറയും. അപ്പൊ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാൻ താടിയും പൊട്ടും ടോക്സ്. ബൈ.